നമസ്കാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വാഹന പര്യടനം തുടരുകയാണ്. വാഹന പര്യടനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് അദ്ദേഹം അരുവിക്കര കാട്ടാക്കട പഞ്ചായത്തുകളിലെ വോട്ടർമാരെ നേരിൽ കാണുകയാണ്. 2019 തിരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് വർധനയോടെ BJP എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന ആറ്റിങ്ങൽ മണ്ഡലം ഇത്തവണ പിടിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. മണ്ഡലം രൂപീകൃതമായി നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ച പാർട്ടി BJP മാത്രമാണ്. 2009 പാർട്ടി സ്ഥാനാർത്ഥി തോട്ടയ്ക്കാട് ശശി 47,620 വോട്ട് നേടിയപ്പോൾ 2014 BJPയുടെ എസ് ഗിരിജാകുമാരി വോട്ട് ഉയർത്തിയത് 90,528 2019 ശോഭ സുരേന്ദ്രനെ രംഗത്തിറക്കി BJP കുതിച്ചു ചാടിയത് 2,48,000 3 തിരഞ്ഞെടുപ്പുകളിലായി പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് 6.59% നിന്ന് 25% ആയിരുന്നു. ഈ വേഗത നിലനിർത്തിയാൽ ഇത്തവണ മണ്ഡലത്തിൽ താമര വിരിയാൻ സാധ്യതയുണ്ട്. പതിറ്റാണ്ടുകളായി മണ്ഡലത്തിന്റെ വികസന ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ പ്രചാരണം. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച മണ്ഡലത്തിന്റെ തീരദേശ മലയോര മേഖലകളിൽ ജനജീവിതം കഷ്ടപ്പാടിലാണ്. NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യമാണ് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിച്ചത്. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിന്റെ നേട്ടങ്ങൾ ആറ്റിങ്ങലിലെ വോട്ടർമാരുടെ ഇടയിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ മന്ത്രി വി മുരളീധരൻ നടത്തിയ ഇടപെടലുകളിൽ വോട്ടർമാർക്ക് മതിപ്പുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ തെറ്റിദ്ധരിപ്പിക്കൽ രാഷ്ട്രീയം തുറന്നു കാട്ടിയ നേതാവ് കൂടിയാണ് വി മുരളീധരൻ. കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ആരോപണത്തെ കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്ത തുകകളുടെ കൃത്യമായ കണക്കുകൾ നിരത്തി എതിർത്ത നേതാവായിരുന്നു വി മുരളീധരൻ. ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം സംസ്ഥാനത്തിന് കിട്ടിയ 259.63 കോടിയും പ്രധാനമന്ത്രി മത്സ്യസമ്പദന യോജന പ്രകാരം കിട്ടിയ 13,286 കോടിയും വിവിധ ക്ഷേമ പെൻഷനുകൾക്കായി നൽകിയ 604.14 കോടിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന ഹെൽത്ത് ഗ്രാന്റ് ഇനത്തിൽ 421.81 കോടിയുടെയും അടക്കം കണക്കുകൾ ഇദ്ദേഹം കേരളം സമൂഹത്തിൽ നിരത്തിയിരുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പദന യോജന പ്രകാരം കിട്ടിയ 13,286 കോടിയിൽ വെറും 7,856 കോടി മാത്രമാണ് കേരളം ചെലവിട്ടതെന്നും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള മൂലധന സഹായമായി കിട്ടേണ്ടിയിരുന്ന 1,925 കോടി കേരളം മാനദണ്ഡങ്ങൾ പാലിക്കാതെയും 7ാം ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കേണ്ട 750 കോടി കെടും കാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന് മറുപടിയുമില്ലാതിരുന്നു. കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധിക്ക് കാരണം പിണറായി സർക്കാരിന്റെ കെടും കാര്യസ്ഥതയാണെന്നും കേന്ദ്രമന്ത്രി അന്നേ പറഞ്ഞിരുന്നു. മാസങ്ങൾക്ക് ശേഷം വന്ന സുപ്രീം കോടതി വിധി അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.